ചിലപ്പോൾ നെറ്റിൻ്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കും. ഓക്കെ, ഒരു സെക്കൻഡ്. വൈറ്റ് സ്ക്രീൻ എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ? വൃത്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്, കാണാം. അങ്ങനെയാണെന്ന് പറയുന്നത്. ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ആ സ്വരാക്ഷരം പറഞ്ഞ് കളിക്കുവാന്നോ? ഒരു വൈറ്റ് സ്ക്രീൻ എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. അപ്പൊ നോക്കി, ഞാൻ ആ ഫിഗർ ഇവിടെ ഒന്ന് വരയ്ക്കാം. ശ്രദ്ധിക്കുക. നമുക്ക് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് ആദ്യം ഒരു സർക്കിളാണ് തന്നേക്കുന്നത്. സർക്കിൾ കണ്ടോ എല്ലാവരും? വൃത്തം കണ്ടോ? ഇതിന്റെ സെന്റർ ആണ്, കേന്ദ്രമാണ് O എന്ന് പറയുന്നത്. ഈ സർക്കിളിലെ ഈ വൃത്തത്തിലെ 3 പോയിന്റുകളാണ്, 3 ബിന്ദുക്കളാണ് എയും ബിയും സിയും. നമ്മൾ യോജിപ്പിച്ചേക്കുന്നത് എയും ബിയും കൂടെ യോജിപ്പിച്ചുകൊണ്ട് AB വരച്ചു, എയും സിയും കൂടെ യോജിപ്പിച്ചുകൊണ്ട് AC വരച്ചു, ബിയും സിയും കൂടെ യോജിപ്പിച്ചുകൊണ്ട് BC വരച്ചു അല്ലേ? പിന്നെ OB യോജിപ്പിച്ചു, പിന്നെ OC യോജിപ്പിച്ചു. ഇത്രയും പേരെയല്ലേ ഫിഗറിൽ വരച്ചേക്കുന്നേ? ഇത്രയും പേരെയാണോ വന്നേക്കുന്നേ? മിണ്ടുന്നില്ല. ഇത്രയും പേരെയാണോ തന്നേക്കുന്നേ? ഇത്രയും പേരെയാണോ തന്നിരിക്കുന്നേ? എന്റെ പിള്ളേരെ ഇടൂ. ആണ്. ഈ ബിയിൽ ഒരു ആംഗിൾ ഉണ്ട്. അത് എത്ര ഡിഗ്രിയാ? ആർക്ക് വേണേലും പറയാം. ഇന്ന ആളൊന്നുമല്ല, ആർക്ക് വേണേലും പറയാം. എത്ര ഡിഗ്രിയാ? എത്ര ഡിഗ്രിയാണ്? 40 ഡിഗ്രിയാണ്. അതുകൊണ്ട് ഇവിടെ ഒരു ചെറിയ ആംഗിൾ തന്നിട്ടുണ്ട് ക്വസ്റ്റിനകത്ത്. എത്ര ഡിഗ്രിയാ? എത്ര ഡിഗ്രിയാ? ശ്രദ്ധിക്കാം. അതുകൊണ്ട് ഈ പടത്തിനകത്ത് OBC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ഉണ്ടോ? ഒരു ത്രികോണമുണ്ടോ? OBC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ, ഒരു ത്രികോണം ഈ പടത്തിലുണ്ടോ? ഉണ്ടോ? OBC. ഇതിൽ ഈ ബിയിലെ ആംഗിൾ എത്ര ഡിഗ്രിയാ? എത്ര ഡിഗ്രിയാ? ഒന്ന് വേഗം പറഞ്ഞേ. ബിയിലെ 40 ഡിഗ്രി. ഈ OBയും ഈ OCയും എങ്ങനെയാണ്? OBയും OCയും എങ്ങനെയാണ്? ഒന്ന് പറഞ്ഞേ. OB OC എങ്ങനാ? ആരെങ്കിലും പറ. ഇന്നാളൊന്നും ആർക്കോണെങ്കിലും പറയാം. OB OC എങ്ങനെയാണ്? OBയും OCയും എങ്ങനെയാണ്? റേഡിയസ് ആരങ്ങളായതുകൊണ്ട് അവർ രണ്ടുപേരും ഈക്വൽ ആയിരിക്കും. അങ്ങനാണെങ്കിൽ OBയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളിന്റെ പേരെന്തു ആർദ്രേ? OB എന്ന് പറയുന്ന സൈഡിന്, വശത്തിന് എതിരെ കിടക്കുന്ന കോണിന്റെ ആംഗിളിന്റെ പേര് ആർദ്രയോടാ. ഇതിപ്പോ ആരും പറ്റില്ലയോ? OB എന്ന് പറയുന്ന സൈഡിന് എതിരെ കിടക്കുന്ന, ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളിന്റെ പേരെന്താണ്? വെറും സി അല്ല, ആംഗിൾ സി. അതും OCക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളോ? OCക്കെതിരെ കിടക്കുന്ന കോണ്? ആംഗിൾ ബി. അവർ രണ്ടുപേരും എങ്ങനെ ആയിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇതിൽ ഈ ആംഗിൾ ബി എത്രന്ന് ക്വസ്റ്റിന് തന്നിട്ടുണ്ട് രേണു? 40. അപ്പൊ ആംഗിൾ C ഈക്വൽ ആംഗിൾ ബിയുടെ സ്ഥാനത്തോട്ട് എനിക്ക് 40 എന്ന് എഴുതാമോ?
എഴുതാമോ? എഴുതാം. അപ്പൊ തന്നെ ഞാൻ ഈ പടത്തിലോട്ട് മാർക്ക് ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഈ ആംഗിൾ സി എത്ര ഡിഗ്രി വരും? എത്ര വരും? 40. അപ്പൊ ഇവിടെയും ആംഗിൾ സി 40. അപ്പൊ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഫാത്തിമയെ നമുക്ക് ആ ട്രയാങ്കിളിലെ ആ ത്രികോണത്തിലെ അവശേഷിക്കുന്ന ആംഗിളായ ആംഗിൾ ഓ കണ്ടുപിടിക്കാൻ പറ്റുമോ ഫാത്തിമേ? ഈ പടത്തിൽ ഇനി ഒരു ആംഗിൾ കൂടെ അവശേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ആംഗിൾ ഓ, കോൺ ഓ, ഇത് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ലയോ? മൃദുലിന്റെ അഭിപ്രായത്തിൽ ആ ആംഗിൾ ഓ കണ്ടുപിടിക്കാൻ പറ്റുമോ? മൃദുൽ ഇല്ല. സൗരവേ, ആ ആംഗിൾ ഓ കണ്ടുപിടിക്കാൻ പറ്റുമോ? എത്ര? എങ്ങനെ കണ്ടുപിടിക്കും? ആംഗിൾ ഓ ഈക്വൽ ആംഗിൾ ഓ ഈക്വൽ 180 മൈനസ് ഇത് രണ്ടും കൂട്ടിയിട്ട് കുറച്ചാൽ മതി. അപ്പം 180 മൈനസ് 40 കൂട്ടിയാൽ 80. 180 80 കുറച്ചാൽ 100 ഡിഗ്രി. അപ്പൊ ഈ ആംഗിൾ ഓ എത്ര ഡിഗ്രി വന്നു? എത്ര ഡിഗ്രി? 100 ഡിഗ്രി വന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ അനന്യെ ആ 100 ഡിഗ്രി കൊണ്ട് ഈ ഫിഗറിലുള്ള മറ്റേതെങ്കിലും ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റുമോ അനന്യെ? ഇപ്പൊ കിട്ടിയ 100 ഉപയോഗിച്ചുകൊണ്ട് ഈ പടത്തിൽ കാണുന്ന മറ്റേതെങ്കിലും ആംഗിൾ അനന്യക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? അനന്യ ക്ലാസ്സിലില്ലേ? ബി എ സി അല്ലെങ്കിൽ ആംഗിൾ എ. അവിടെ ഒറ്റ ആംഗിൾ ഉള്ള നമുക്ക് ആംഗിൾ എ എന്ന് വിളിക്കാം. ബി എ സി, അതായത് ആംഗിൾ എ കണ്ടുപിടിക്കാം. എങ്ങനെ? അങ്ങനെ ഹാഫ് ഓഫ് 100ന്റെ പകുതി. അത് എത്ര ഡിഗ്രി? എത്ര ഡിഗ്രിയാ? അപ്പൊ എത്ര ഡിഗ്രിയാ? 50 ഡിഗ്രി. അപ്പോ ഈ ആംഗിൾ എയിലെ ആംഗിൾ കിട്ടി. എത്ര ഡിഗ്രിയാണ്? എത്ര ഡിഗ്രിയാണ് അനന്യേ? 50 ഡിഗ്രിയാണ് കിട്ടി. ഓക്കെ. അസീബയുണ്ടോ ക്ലാസ്സിൽ? അസീബയുണ്ടോ? ഉണ്ട്. അസീബ, ഞാൻ ഇനി ആ പടത്തിൽ കാണുന്ന ആ വലിയ ട്രയാങ്കിൾ ഒന്ന് വരയ്ക്കുകയാണ്. ആ വലിയ ട്രയാങ്കിളിന്റെ പേരെന്ന് പറയുന്നത് എന്തോ അസീബേ? എ ബി സി ആണ്. ഇതിലെ ഏതെങ്കിലും ആംഗിളുകൾ അസീബയ്ക്ക് അറിയാമോ? പടത്തിൽ നോക്കിയിട്ട്, ഇടതുവശത്തെ പടത്തിൽ നോക്കിയാൽ അതിൽ മാർക്ക് ചെയ്യാനുള്ള ആംഗിളൊക്കെ നമുക്ക് കിട്ടും. പറഞ്ഞാട്ടെ. ഞാൻ ആംഗിൾ ബി 40 അല്ല. ബി മൊത്തത്തിൽ 40 അല്ലല്ലോ, ഇവിടെ കുറച്ചല്ലേ 40 ഉള്ളൂ. ആംഗിൾ എ പറയാൻ പറ്റുന്നുണ്ടോ? എ എന്ന് പറയുന്ന ഈ ആംഗിൾ പറയാൻ പറ്റുന്നുണ്ടോ നോക്കിക്കേ പടത്തിൽ നിന്ന്. വേണ്ട, ആദ്യം അടിച്ചിട്ടൊന്ന് പടത്തിൽ നോക്കിയാൽ മതി. അതിനകത്ത് കിടപ്പുണ്ട് ആംഗിൾ എ എത്ര? 50 ഡിഗ്രി. അപ്പം ആംഗിൾ എ 50 എഴുതി. ഓക്കെ. രശ്മി, അങ്ങനാണെങ്കിൽ ആംഗിൾ സി എത്രന്ന് രശ്മിക്ക് പറയാൻ പറ്റുന്നുണ്ടോ? 40. 40 30 കൂടെ ചേരുന്ന 70 ഇവിടുത്തെ ആംഗിൾ, സിയിലെ ആംഗിൾ. ഓക്കെ. അപ്പൊ അങ്ങനാണെന്നുണ്ടെങ്കിൽ ആർദ്രെ, ഇനി ഈ പടത്തിൽ അവശേഷിക്കുന്ന ആംഗിൾ ബി എന്തെങ്കിലും മാർഗമുണ്ടോ? പറഞ്ഞാട്ടെ, എന്താ മാർഗം? മ്യൂസിക് സിസ്റ്റം ഒക്കെ ക്ലാസ് കാണുന്നേ. ആംഗിൾ ബി കിട്ടാൻ എന്തോ മാർഗം? 180 മൈനസ് 70 പ്ലസ് 50. അപ്പൊ 180 ഡിഗ്രി
മൈനസ് 50 പ്ലസ് 70 എത്ര? 120. 120. 180 120 കുറച്ചാൽ എത്ര? 60. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒന്ന് ട്രയാങ്കിൾ ട്രയാങ്കിൾ എ ബി സിയുടെയും ട്രയാങ്കിൾ ഒ ബി സിയുടെയും എല്ലാ ആംഗിളുകൾ കണ്ടുപിടിക്കാനാണ്. അതിൽ ട്രയാങ്കിൾ എ ബി സിയുടെ എല്ലാ ആംഗിളുകളും ആയോ സാബിത്തെ? ത്രികോണം എ ബി സിയുടെ എല്ലാ കോണുകളും എല്ലാ ആംഗിൾസും ആയോ സാബിത്തെ? ഇനി ഒരാളെ കൂടെ കണ്ടുപിടിക്കണം. ആരെയാ? ഒ ബി സി. ഒ ബി സിയുടെ കണ്ടുപിടിക്കേണ്ട. ഒ ബി സി നമ്മൾ ഓൾറെഡി ആദ്യമേ തന്നെ കണ്ടുപിടിച്ച് വച്ചിട്ടുണ്ട്. ഒ ബി സി ഇടതുവശത്ത് താഴത്തെ പടത്തിൽ നോക്കിയിട്ട് പറഞ്ഞേ അദ്വൈതേ ഒ ബി സിയുടെ ആംഗിളുകൾ എത്രയൊക്കെയാണ്? ഇടതുവശത്ത് താഴത്തെ പടത്തിൽ നോക്കിയാൽ എല്ലാ ആംഗിളും നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. പറഞ്ഞാട്ടെ അദ്വൈതം ഇല്ലയോ? ആദിദേവ് ഉണ്ടോ? ആരാ? ആദിദേവാണോ? ആരാ ഉണ്ടെന്ന് പറഞ്ഞ ആരാ? അപ്പൊ അദ്വൈത് എന്ന് പറഞ്ഞേ. ഓയിലെ ആംഗിൾ എത്ര ഡിഗ്രിയാ? പറഞ്ഞോ. ഓയിലെ ആംഗിൾ എത്ര ഡിഗ്രിയാ? 100 ഡിഗ്രി. ബിയിലെ ആംഗിളോ? 100. ബിയിലെ ആംഗിള് 40. സിയിലെ ആംഗിള് 40. ഓക്കെ. അപ്പൊ അങ്ങനാണെങ്കിൽ ആദിദേവ്. ഓക്കെ. ആദിദേവ് ഉണ്ടോ ക്ലാസ്സിൽ? ആദിദേവ് ഇല്ല. ആകാശ് ഉണ്ടോ? ആകാശ് ഇല്ല. നിഖിൽ ഉണ്ടോ? ആരും മിണ്ടരുത്. രേണു ഉണ്ടോ? ആരാമനെ? അല്ല, അതിനു മുമ്പ് ഒരു പുരുഷ ശബ്ദം കേട്ടത് ആരുടെയാ? നിഖിലിന്റെ ആണോ? രേണു ഉണ്ടോ ക്ലാസ്സിൽ? രേണു ഓക്കെ. രേണു, നമുക്ക് കിട്ടിയ ഈ 2 ട്രയാങ്കിളിലെയും 2 ത്രികോണത്തിലെയും ആംഗിളുകൾ കോണുകളെല്ലാം ശരിയാണോ? അത് പരിശോധിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഇല്ല. ഫാത്തിമ, എന്തെങ്കിലും മാർഗമുണ്ടോ? ഒരു മാർഗമില്ല. എന്തോ സാറേ? ഈ കിട്ടിയ ട്രയാങ്കിൾ എ ബി സിയിലെ ആംഗിൾ, ത്രികോണം എ ബി സിയിലെ കോണും ത്രികോണം ഒ ബി സിയിലെ കോണുകളും ആംഗിൾസും നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു. ഇത് ശരിയാണെന്ന് ഉറപ്പിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? മൃദുലിന് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? നാസിം, സൗരവ്, അനന്യെ, എന്തെങ്കിലും മാർഗമുണ്ടോ ഉറപ്പിക്കാനായിട്ട്? എല്ലാം കൂടി കൂട്ടുമ്പോ 180 കിട്ടുമോ നോക്കാം. നോക്കിയേ. എയും ബിയും സിയും കൂടെ കൂട്ടാം. 50ഉം 60ഉം 6 5 11 110. 110ഉം 70ഉം കൂടെ ചേരുമ്പോൾ 180. അപ്പൊ ട്രയാങ്കിൾ എ ബി സിയുടെ, ത്രികോണം എ ബി സിയുടെ എല്ലാ കോണുകളൂടെ കൂട്ടുമ്പോൾ എത്ര ഡിഗ്രി കിട്ടുന്നുണ്ട്? 180. ഇനി നമുക്ക് ഒ ബി സിയുടെ ഒന്ന് കൂട്ടി നോക്കാം. 100ഉം 40ഉം 40ഉം 100ഉം 40ഉം 140. 140 40 കൂടെ ആയപ്പോൾ 180. അപ്പൊ അവിടുത്തെയും എല്ലാ ആംഗിളൂടെ കൂട്ടുമ്പോഴും 180 തന്നെ കിട്ടുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. അപ്പൊ ഇപ്പൊ അതിനെ ഡൗട്ട് മാറിയോ? ഇങ്ങനല്ലേ നിങ്ങളുടെ നോട്ടിൽ എഴുതി വെച്ചിരിക്കുന്നേ? ഓക്കെ, ഇങ്ങനല്ലേ നിങ്ങളുടെ നോട്ടിൽ എഴുതി വെച്ചിരിക്കുന്നേ? ഓക്കെ, ശരി. അപ്പൊ എല്ലാവരും എഴുന്നേറ്റ് വായിച്ചു നോക്കുക. മനസ്സിലാകുന്നെങ്കിൽ ആയെന്ന് പറയുക, പറഞ്ഞിട്ടിരിക്കുക. ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞിട്ടിരിക്കുക.